ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിനെ കുറിച്ചാണ്, സത്യനന്ദിക്കാടിനെ കുറിച്ചാണ്, അവരുടെ പുതിയ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ആലോചിക്കണം. അങ്ങനെ പറയുമ്പോൾ രസകരമായൊരു സംഭവമാണ് ഞാൻ ആലോചിക്കുന്നത്. മോഹൻലാൽ സത്യനെ വിളിച്ച് പറയുന്നു, സത്യ, ഞാൻ സത്യൻ്റെ വീട്ടിലേക്ക് വരുന്നു, നമുക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എൻ്റെ കൂടെ ഒരു പ്രൊഡ്യൂസറുണ്ട്, മറ്റൊരു സ്ഥലത്തും വേണ്ട, അന്തിക്കാട് സത്യൻ്റെ വീട്ടിലിരുന്ന് 2 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അവിടെ ഇരുന്ന് നമ്മൾ കഥ ഡിസ്കസ് ചെയ്യുന്നു, പുതിയ സിനിമ പ്ലാൻ ചെയ്യുന്നു, ലൊക്കേഷൻ പ്ലാൻ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സത്യനെ മോഹൻലാൽ വിളിച്ചത്. അപ്പോൾ മോഹൻലാലിൻ്റെ വരവ്, മോഹൻലാൽ പ്രത്യേകം പറഞ്ഞു, എൻ്റെ വരവ് വേറെ ആരും അറിയാൻ പാടില്ല, അറിഞ്ഞുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് കുഴപ്പം. കാരണം അന്തിക്കാടും പരിസരമുള്ള ഗ്രാമത്തിലെ ജനങ്ങൾ അവിടെ എന്നെ കാണാൻ തടിച്ചുകൂടും, അത് നിങ്ങൾക്ക് അലോസരമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോഹൻലാൽ വരാതിരിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ വരുന്ന കാര്യം സത്യൻ നിമ്മി ഭാര്യയോട് മാത്രം പറഞ്ഞു, അതിൻ്റേതായ ഒരുക്കങ്ങൾ നടത്തി, വേറെ ആരോടും പറഞ്ഞില്ല എന്നാലോചിക്കണം. അപ്പോൾ മോഹൻലാൽ വരാമെന്ന് പറഞ്ഞിരുന്നത് ഒരു രാത്രിയാണ്. ആ രാത്രി കാത്തിരുന്നെങ്കിലും മോഹൻലാൽ എത്തിയില്ല. ഉറക്കം പിടിച്ച് വെളുപ്പാങ്കാലത്ത് ഒരു 5 മണിക്കാണ് ഒരു കോളിംഗ് ബെല്ല് കേട്ടെന്ന് ആലോചിക്കണം. അപ്പോൾ പുറത്ത് കാറ് നിർത്തിയിരിക്കുന്നു. ആ കാറിൽ നിന്നുകൊണ്ട് മോഹൻലാൽ ഇറങ്ങി വരുന്നു. സോറി സത്യൻ, ഞാൻ രാത്രി എത്താൻ പറ്റില്ല, കാരണം ഞങ്ങൾ ബ്രേക്ക് ഡൗൺ മാത്രമല്ല, വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ കാറിലിരിക്കുകയാണ്, ഇപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ തുടങ്ങാം അല്ലേ എന്ന് പറയുന്നു. അപ്പോൾ സത്യൻ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ മോഹൻലാൽ സത്യൻ അരികിലേക്ക് വിളിച്ച്, സ്വകാര്യ സത്യ, വേറൊന്നും വിചാരിക്കരുത്, ഞാൻ വിളിച്ച് പറഞ്ഞതെല്ലാം കള്ളമാണ്. നമ്മൾ പുതിയ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ല വന്നിരിക്കുന്നത്. എൻ്റെ വാക്ക് ധിക്കരിക്കരുത്, അംഗീകരിക്കണം. ഞാൻ വന്നിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട, എനിക്ക് വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്കൊക്കെ വേണ്ടപ്പെട്ട കുറച്ച് സിനിമകൾ എടുത്ത, ഇനിയും സിനിമ എടുക്കാൻ പോകുന്ന ഒരു പ്രൊഡ്യൂസറെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് സത്യം. പക്ഷേ ആ പ്രൊഡ്യൂസർ ഒരു കൊലപാതക കേസിലെ പ്രതിയാണെന്ന് ആലോചിക്കണം. തിരുവല്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സത്യം ഞെട്ടി. തിരുവല്ലയിലെ കൊലപാതക വാർത്തകൾ, അതിൻ്റെ പ്രതികളെക്കുറിച്ചെല്ലാം വായിച്ചിരിക്കുകയാണെന്ന് ആലോചിക്കണം. വെറും വായനയല്ല, കൊലക്കേസ് പ്രതി ഒളിവിലാണ്, അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് വാർത്തകൾ. അങ്ങനെയുള്ള ആ പ്രതിയെയാണോ മോഹൻലാൽ കൊണ്ടുവന്നിരിക്കുന്നത്? മോഹൻലാൽ ഇത്രയും സ്വഭാവമുണ്ടോ എന്ന് ഒരു നിമിഷം സത്യൻ ശങ്കിച്ചു പോയി. മോഹൻലാൽ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം, പക്ഷെ ഇവിടെ ആരോടും വേറൊന്നും പറയണ്ട, നമ്മൾ ഡിസ്കഷനാണ് വന്നിരിക്കുന്നത്. 2 ദിവസം ഞാനിവിടെ ഉണ്ടായിരിക്കും, അദ്ദേഹം ആളും ഉണ്ടായിരിക്കും. അതിനിടയിൽ ജാമ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊണ്ട് നമുക്കൊരു സ്ഥലം വിടാം, ഇത് രഹസ്യമാക്കി വെക്കണം സത്യ എന്ന് പറഞ്ഞു. സത്യം അനങ്ങിയില്ല. സത്യം പറഞ്ഞു, ലാലേ, അത് എങ്ങനെ പറ്റും ലാലേ, കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നല്ല സിനിമ എടുക്കുക മാത്രമല്ല, അന്തിക്കാട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്, ബന്ധങ്ങളുള്ള ആൾക്കാരും നല്ല ആൾക്കാരാണ്. അവരുടെ മുന്നിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സത്യനന്ദിക്കാട് ഇത്ര സ്വഭാവക്കാരനാണോ, കള്ളനെയും കൊലപാതകികളെയൊക്കെ ഒളിപ്പിക്കലാണോ അയാളുടെ തൊഴിൽ എന്ന് ചിന്തിച്ച് പോകില്ലേ? എൻ്റെ ഇമേജ് തന്നെ പോകില്ലേ? മാത്രമല്ല, ഇങ്ങനെ എനിക്ക് ഈ ലാൽ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ഒരാളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ എൻ്റെ സമ്മതം മാത്രം പോരാ, എൻ്റെ ചേട്ടന്മാരുണ്ട് ഇവിടെ, എൻ്റെ വൈഫുണ്ട് ഇവിടെ, എൻ്റെ മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ഇവരെല്ലാവരും ബോധ്യപ്പെടുത്തണ്ടേ? ഇവർ സമ്മതിക്കാതെ ഞാൻ എങ്ങനെ പറയും? അപ്പോൾ ലാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ 3 പേരും മാത്രം അറിയാവുന്ന കാര്യമാണ്. ഇയാളെ കണ്ടാൽ നിനക്കറിയാം, ഞാൻ പേര് പറയുന്നില്ലാണല്ലോ. കണ്ടാൽ ഇയാൾ അങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോയി, ഒരു കൊലപാതകം കെട്ടുപോയി. കാരണം പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അറിയാലോ. അങ്ങനെ അവസ്ഥയിൽ എൻ്റെ കാറിൽ കൊണ്ടുവരാൻ കാരണം എന്താ? എൻ്റെ കാറ് അങ്ങനെ പരിശോധന ഉണ്ടാവില്ല, അതുകൊണ്ടാണ് എൻ്റെ കാറിൽ കൊണ്ടുവന്നത്. ഇവിടെ സത്യനന്ദിക്കാടിൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചാൽ സത്യനന്ദിക്കാടിൻ്റെ വീട് ആരെങ്കിലും റെയ്ഡ് ചെയ്യാൻ വരുമോ? സത്യനന്ദിക്കാടിന് ഇത്ര സ്വഭാവങ്ങളെന്ന് വിചാരിക്കുമോ? അങ്ങനെ തൽക്കാലം ഒരു 2 ദിവസത്തേക്ക് ഇദ്ദേഹത്തെ ഒളിപ്പിക്കാനുള്ള ഒരല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ മറ്റെന്തെങ്കിലും സത്യനോട് പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒരാവശ്യവും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ള ഞാൻ ഈ ഒരു കാര്യത്തിന് ഇത്രയും മണിക്കൂറുകൾ തിരുവല്ലയിൽ നിന്ന് കാർ ഓടിച്ച് ഈ തൃശ്ശൂർ അന്തിക്കാട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പം അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും നമുക്ക് എന്ന് മാത്രം മനസ്സിലാക്കുക.
സത്യന് ഒന്നും പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. അതിനിടയിൽ നിമ്മി വന്ന് സത്യൻ്റെ വൈഫ് ചോദിച്ചു, എന്താണ് രണ്ടുപേരിങ്ങനെ നിൽക്കുന്നത്, കയറി ഇരുന്ന് ചായ കുടിച്ചുകൂടെ, ആദ്യം കുടിക്കാം. എന്നിട്ട് അപ്പോൾ സത്യം പറഞ്ഞു, ഒരു കാര്യം ലാലിൻ്റെ റൂം ശരിയാക്കിയിട്ട് നമുക്ക് ലാലിന്ന് 2 ദിവസം കൂടി ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ലാൽ പതുക്കെ കണ്ണിറുക്കി കാണിക്കുന്നു. അപ്പോഴും ഈ സത്യൻ്റെ മുഖത്തൊരു സന്തോഷമില്ല, എന്തൊക്കെയോ മറയ്ക്കാൻ പോകുന്നത്. സാധാരണ സ്ത്രീകൾക്കാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ നിമ്മിയാണെങ്കിൽ സത്യനെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്ത് പറ്റി സത്യേട്ടാ, എന്ത് പറ്റി, എന്തൊരു ടെൻഷനുണ്ടല്ലോ, വളരെ സന്തോഷമൊന്നുമല്ല കാണുന്നത്. ലാലേട്ടന് സന്തോഷമുണ്ടെങ്കിലും സത്യേട്ടൻ്റെ മുഖത്ത് സന്തോഷമില്ലല്ലോ എന്നാണ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒരു സിനിമാ കഥയുടെ കാര്യം പറയുകയാണ്. ആ സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അതിൻ്റെ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ അതെങ്ങനെ ഡൈവേർട്ട് ചെയ്യണമെന്ന് ആലോചിച്ച. അപ്പോൾ അതിൻ്റെ ഒരു വിചാരങ്ങളാണ് എൻ്റെ മുഖത്ത് വന്നിരിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല എന്നാണ് അവർ സംസാരിച്ചിരുന്നത്. അപ്പോൾ നിമ്മി ചായ ഉണ്ടാക്കാനും പോയി. അപ്പോൾ സത്യനെ വിളിച്ച് ലാല് പുറത്തിറങ്ങി. ഇതിനിടയിൽ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അറിഞ്ഞു ലാല് വന്നു എന്നാലോചിക്കണം. അപ്പോൾ സത്യൻ്റെ റോഡിൽ നിന്ന് സത്യൻ്റെ വീട്ടിലേക്ക് പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക്, അതായത് ഒരു കാറ് പോകാവുന്ന അത്ര വീതിയുള്ള വഴിയാണ് സത്യൻ്റെ വീട്ടിലേക്ക് എന്നാലോചിക്കണം. അവിടേക്ക് ആൾക്കാർ കേട്ടറിഞ്ഞു ലാലേട്ടൻ വന്നിരിക്കുന്നു, കൊട്ടി ഘോഷിച്ചുകൊണ്ട് ജനം ഏകദേശം തടിച്ചു കൂടിയിരിക്കുകയാണത്. അപ്പോൾ ലാല് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്ന വിവരം അറിയിക്കരുതെന്നുള്ളത്. അപ്പോൾ സത്യം ഞാൻ അറിയിച്ചതല്ല, അറിയിക്കേണ്ട ആവശ്യമുണ്ടായില്ല. ചക്ക വെട്ടി വെച്ചാൽ പ്രത്യേകിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വരുന്നറിയാലോ എന്നപോലെ ലാലിൽ നിന്നുള്ള നടൻ അത്രമാത്രം സുപരിചിതനാണ്, ഹിറ്റാണ് ഈ നാട്ടിലെന്ന് ആലോചിക്കണം. അപ്പോൾ വന്ന് ലാലേട്ടാ അവിടെ ഇരിക്കുന്നുണ്ട് ബഹളം വെച്ചു തുടങ്ങി. അപ്പോൾ സത്യം പറഞ്ഞു, നിങ്ങൾ ദയവ് ഇത് കുറച്ച് സമയത്തേക്ക് അവിടെ നിന്നുള്ള എല്ലാവരും കാണിച്ചു വിടാം, ഞങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ലാല് പറഞ്ഞു, ഈ രംഗം വഷളാക്കണ്ട, ഇപ്പം തന്നെ ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചിറക്കി നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാം, ഇവർ വേറെ ആളെന്ന് അറിയില്ല എന്ന് പറയാം. സത്യനാകെ ധർമ്മസങ്കടത്തിലായി, എന്ത് ചെയ്യണമെന്നുള്ളതാണത്. അപ്പോൾ ഇതിനിടയിൽ നിമ്മി ചായയുമായി വന്നു, 2 പേർക്കും ചായ കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് 3 പാത്രത്തിൽ ചായ ഉണ്ട്. അപ്പോൾ സത്യനും എടുത്തു, ഈ ലാലും എടുത്തു. അപ്പോൾ മറ്റേ സത്യം പറഞ്ഞു, അല്ല അദ്ദേഹം കാറിലിരിക്കുന്നത് ചായ എന്തേലും കൊടുക്കുക എന്ന് പറയണത്. ചായ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സത്യൻ പറഞ്ഞപ്പോൾ ലാല് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുക. അതെന്തല്ല ചിരിക്കുന്നേ? അല്ല, ഞാനൊരു കാര്യം പറയാലോ, ആ കാറിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഡ്രൈവറും, വേറെ ആരുമില്ല അവിടെ. ഞാൻ വന്നിരിക്കുന്നത് കൊലപ്പുള്ളിയും കൊണ്ടൊന്നുമല്ല, ഞാൻ ഈ ലാലിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ സത്യൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ശരിക്കൊരു സിനിമയ്ക്ക് സംഭവമില്ലേ, ഈ ഒരു സിനിമയ്ക്കുള്ള സംഭവം ഇതിലുണ്ട്. ശരിക്ക് ഞാൻ അങ്ങനെ വന്നിരിക്കുന്നത് നമ്മൾ പുതിയ സിനിമയുടെ കാര്യം പറയാൻ തന്നെയാണ്. ഞാൻ കോഴിക്കോട് പോകുന്ന വഴിയാണ്. കോഴിക്കോട് പോകുന്ന വഴി എന്നപ്പോഴാണ് ഈ ഭാഗത്ത് കൂടെ വന്നത്. അപ്പോൾ സത്യനൊന്ന് കണ്ടുപോകാം, നമ്മൾ അടുത്തൊരു പടം വെച്ചിട്ടില്ലേ, ആ പടം വയ്ക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ ആദ്യകാലത്ത് ചെയ്ത കുറേ സിനിമകളുണ്ടല്ലോ, ഗ്രാമത്തിൻ്റെ നാടിൻ്റെ എന്നെ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ, അത്തരം കഥാപാത്രങ്ങളും കഥയുമായിട്ടൊരു സിനിമ നമുക്ക് വേണം. അത് പ്രത്യേകിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 ദിവസം തങ്ങുന്നില്ല, ചായ കുടിക്കുന്നു, നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടുന്നു. ഒരു തമാശ, ഒരു ലാലിൻ്റെ ഒരു തമാശയായി കൂട്ടിയാലും മതി സത്യ എന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ്, ആരാധകരോട് യാത്ര പറഞ്ഞ് ലാല് കാറിൽ കയറി പോയി എന്നുള്ളതാണത്. ഇത് നല്ല അനുഭവമാണത്. പക്ഷേ ഇവർ 2 പേരും ചേർന്ന് പുതിയൊരു സിനിമ, പഴയ സങ്കല്പത്തിൽ പഴയ ലാലിൻ്റെ കുസൃതികൾ കാണിക്കുന്ന തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള സിനിമ ഇരുവരും ചേർന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് നേര് സൂപ്പർ ഹിറ്റായൊരവസരത്തിൽ ആ പടവും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.